നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കിറ്റക്സ് ഉടമ സാബു എം ജേക്കബിൻ്റെ നേതൃത്വത്തിലുള്ള 2020 എന്ന രാഷ്ട്രീയ കക്ഷി അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി എറണാകുളം ജില്ലയിലെ പല ഭാഗത്തും വലിയ സ്വാധീനമുള്ളതാണ്. 3 നിയമസഭാ മണ്ഡലങ്ങളിൽ കൊച്ചി നഗരസഭയിലും തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലും സമീപ പഞ്ചായത്തുകളിലും അതോടൊപ്പം തന്നെ കളമശ്ശേരി നഗരസഭയിലുമെല്ലാം 2020 തിരക്കേടില്ലാത്ത വോട്ടുണ്ട്. എറണാകുളം നിയമസഭാ മണ്ഡലം, തൃക്കാക്കര നിയമസഭാ മണ്ഡലം, തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലം, കുന്നത്തുകാട് നിയമസഭാ മണ്ഡലം ഇവയിലൊക്കെ 2020 രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്ന് തന്നെയാണ് കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളും വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത്തവണ 2020 സ്ഥാനാർത്ഥികൾ വ്യാപകമായി മത്സര രംഗത്തുണ്ട്. എറണാകുളം കൊച്ചി നഗരത്തിലും അല്ലെങ്കിൽ കൊച്ചി കോർപ്പറേഷനിലും തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലും സമീപ പഞ്ചായത്തുകളിലെല്ലാം കിഴക്കമ്പലം അടക്കമുള്ള സമീപ പഞ്ചായത്തുകളിലുമെല്ലാം 2020 ആളുകൾ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ഇത്തവണ 2020 സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ ആർക്കാണ് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാവുക? കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ UDF തന്നെയായിരുന്നു തിരിച്ചടി. 2020 മത്സരിക്കുമ്പോൾ അവിടെ UDF സ്ഥാനാർത്ഥി പരാജയപ്പെടും എന്നുള്ളതായിരുന്നു ട്രെൻഡ്. ഇത്തവണ അങ്ങനെയായിരിക്കുമോ? അഥവാ ഇനി LDF വോട്ടുകൾ കൂടി 2020 ചോർത്തുമോ? ഇത്തരത്തിലുള്ള ചർച്ചകളാണ് ഇവിടെ നടക്കുന്നത്. എന്ന് വെച്ചാൽ കൊച്ചി കോർപ്പറേഷനിലും തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലും സമീപ പഞ്ചായത്തുകളിലും എല്ലാം നടക്കുന്നത് 2020, പ്രത്യേകിച്ച് കൊച്ചി കോർപ്പറേഷനിൽ 2020 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. അത് ആർക്ക് ഗുണം ചെയ്യും? കൊച്ചി കോർപ്പറേഷൻ കൊച്ചി നഗരസഭ എന്ന് പറഞ്ഞാൽ UDF LDF പ്രസ്റ്റീജ് പോരാട്ടത്തിൻ്റെ വേദിയാണ്. കഴിഞ്ഞ തവണ വളരെ നിസ്സാരമായ UDF ചില കൂറുമാറ്റങ്ങൾ കൊണ്ടാണ് LDF 5 കൊല്ലം ഭരണം നിലനിർത്താൻ കഴിഞ്ഞത്. ഇത്തവണ അങ്ങനെ കൂറുമാറ്റങ്ങൾ ഉണ്ടാവില്ല. UDF ഒറ്റക്കെട്ടാണ്. അതുകൊണ്ട് ഭരണം തിരിച്ചു പിടിക്കുമെന്ന നിലയിലേക്കാണ് UDF പോകുന്നതും. അങ്ങനെ വരുമ്പോൾ 2020 ഇടപെടലുകൾ, 2020 പ്രാതിനിധ്യം, അവരുടെ രാഷ്ട്രീയ പ്രാതിനിധ്യം ആർക്കാണ് അപകടം ചെയ്യുക? ഇപ്പോഴും രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് UDF തന്നെയായിരിക്കും 2020 രാഷ്ട്രീയ ഇടപെടലുകൾ ദോഷം ചെയ്യുക എന്നാണ്. LDF UDF BJP ഒക്കെ വോട്ടുകൾ തങ്ങൾ ഒരേപോലെ പിടിക്കുമെന്ന് 2020 പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവർ ചോർത്തിയെടുക്കുന്ന വോട്ടുകൾ അത് UDF തന്നെയാണ്. കാരണം കൊച്ചി എന്ന് പറയുന്നത് മറ്റ് ജില്ലകളെ പോലെയല്ല, അല്ലെങ്കിൽ കൊച്ചി നഗരവും പരിസര പ്രദേശങ്ങളും സമീപം മുനിസിപ്പാലിറ്റികളുമൊന്നും മറ്റ് ജില്ലകളെ പോലെയല്ല, തികഞ്ഞ ഒരു മിഡിൽ ക്ലാസ് സ്വഭാവമുള്ള പ്രദേശങ്ങളാണ്. അവിടെ CPM അങ്ങനെ വലിയൊരു വേരോട്ടം പണ്ടുമില്ല, ഇപ്പോഴുമില്ല. കൊച്ചി നഗരസഭയിലൊക്കെ CPM ജയിക്കുമെങ്കിലും ഭരിക്കുമെങ്കിലും അടിസ്ഥാനപരമായിട്ട് കൊച്ചി നഗരസഭ ഉൾപ്പെടുന്ന എറണാകുളം നിയമസഭാ മണ്ഡലം കോൺഗ്രസിൻ്റെ കുത്തക തന്നെയാണ് പലപ്പോഴും. അത് അങ്ങനെ വല്ലപ്പോഴുമൊക്കെ ഉപതെരഞ്ഞെടുപ്പുകളിൽ പണ്ട് സെബാസ്റ്റ്യൻ പോൾ ഒരു തവണ ജയിച്ചു എന്ന് കഴിഞ്ഞിട്ട് എറണാകുളം നിയമസഭാ മണ്ഡലം കോൺഗ്രസിൻ്റെ കുത്തകയാണ്, തൃക്കാക്കര മണ്ഡലവും UDF കുത്തകയാണ്. അപ്പോൾ ഇതെല്ലാം രണ്ട് കൊച്ചി നഗരത്തിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മണ്ഡലങ്ങളാണ്. എറണാകുളവും തൃക്കാക്കരയും തൃപ്പൂണിത്തുറയും എല്ലാം അടിസ്ഥാനപരമായിട്ട് കൊച്ചി നഗരത്തിൻ്റെ ഭാഗങ്ങളാണ്. അവിടെയൊക്കെ UDF കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് ജയിച്ചു വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ ആരുടെ വോട്ടുകൾ 2020 ചോർത്തുമെന്ന് ചോദിക്കുമ്പോൾ അത് UDF വോട്ടുകൾ തന്നെയായിരിക്കും ചോർത്തുക. അത് കൊച്ചി നഗരസഭയിലും തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലും സമീപ പഞ്ചായത്തുകളിലും കിഴക്കമ്പലം അടക്കമുള്ള പഞ്ചായത്തുകളിലും UDF സാധ്യതകളെ ബാധിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്, പൊതുവെ രാഷ്ട്രീയ പാർട്ടികൾ കരുതുന്നത്. അതുകൊണ്ട് 2020 എന്തൊക്കെ പറഞ്ഞാലും 2020 അവരുടേതായ വോട്ട് പിടിക്കാൻ കഴിയുന്നുണ്ട്. തുടങ്ങിയ കാലം മുതൽ ഈ സമയം വരെ 2020 കൃത്യമായി അവരുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് പിടിക്കാൻ കഴിയുന്നുണ്ട്. ഒരു കൃത്യമായ ശതമാനം വോട്ട് ഓരോ ഡിവിഷനിലും അവർക്ക് ലഭിക്കുന്നുമുണ്ട്. അതുകൊണ്ട് അവരുടെ രാഷ്ട്രീയ പ്രാധാന്യമൊന്നും അസ്തമിച്ചിട്ടില്ല. അസ്തമിക്കുന്നു എന്നൊക്കെ പലരും പറയുന്നെങ്കിലും അങ്ങനെ അസ്തമിക്കുന്നില്ല എന്നാണ് ഇവിടെ താമസിക്കുന്നവർക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇത്തവണ 2020 അല്ലെങ്കിൽ ഇത്തവണയും 2020 പിടിക്കാൻ പോകുന്ന വോട്ടുകൾ ഉറപ്പായിട്ടും UDF തന്നെയായിരിക്കും. കൊച്ചി നഗരസഭയിലും തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലും മറ്റ് കളമശ്ശേരി പോലുള്ള മുനിസിപ്പാലിറ്റിയിലും അതുപോലെ കിഴക്കമ്പലം പോലുള്ള പഞ്ചായത്തുകളിലുമെല്ലാം ഇത്തവണയും UDF സാധ്യതകളെ നിർവീര്യമാക്കുന്ന വിധത്തിൽ ഒരു രാഷ്ട്രീയ നീക്കങ്ങൾ അത് BJP ചേർന്നുകൊണ്ടാണെന്ന് പോലും ആരോപണമുണ്ട് 2020 നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UDF ഇത്തവണയും 2020 സ്ഥാനാർത്ഥികൾ UDF ഇത്തവണയും ഭീഷണിയാണ് എന്നുള്ള രാഷ്ട്രീയ കാലാവസ്ഥ തന്നെയാണ് ഇവിടെ ഈ കൊച്ചി നഗരസഭയിലും പരിസര പ്രദേശത്തും നിലനിൽക്കുന്നത്.